അടിപൊളി 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 സൂപ്പർ സൂപ്പർ സൂപ്പർ. Ondil is awesome. Please come and watch in theaters, and please don't miss this opportunity to watch this see on screen. ഹിറ്റാകാൻ സാധ്യതയുള്ള ഒരു സിനിമയിൽ ഞാനൊരു ഭാഗമാക്കായെന്ന് പറയുന്നത് വലിയ സന്തോഷം. 68 ദിവസം ഉണ്ടായിരുന്നുണ്ടാണ് എന്റെ എണ്ണം ശരിയാണെങ്കിൽ. ആദ്യത്തെ 1-2 ദിവസം എല്ലാവർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ പിന്നെ നമ്മള് കടൽ ജീവിയായി മാറി. അല്ല അവസാനമൊക്കെ ആയപ്പോ നമുക്ക് ആദ്യമൊക്കെ കുറെ വെയിലല്ലേ എന്ന്, ആ വെയിലൊക്കെ കണ്ടിട്ട് അതിനെ അതിജീവിച്ച് ശരിക്കും നമ്മളെക്കാട്ടില്ലേ നമുക്ക് ഷോട്ട് കഴിയുമ്പോൾ ആ ബോട്ടിന്റെ ക്യാബിനകത്തൊക്കെ ഇരിക്കും. പക്ഷെ ഇതിന്റെ ക്യാമറ മറ്റേ അതിന്റെ ലൈറ്റുകാർ മറ്റങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ കടുത്ത വെയിൽ അനുഭവിച്ചു. ഒപ്പം നമുക്ക് ഭക്ഷണം തരുന്ന ഷാജി ചേട്ടൻ എന്ന് പറയുന്നവർ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര, അത് ഒരു ബോട്ടിൽ തന്നെ എക്യുപ്മെന്റ്സും ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ട്. 110 അടി നീളമുള്ളൊരു കുളച്ചെലി എന്ന് പറഞ്ഞൊരു ബോട്ടാണ്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഒരു സൈഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്കി 60 പേരോളമുള്ള അല്ലെ 50-55 പേരോളമുള്ള ആളുകൾ ബാക്കിയുള്ളടത്ത് ഒരു ബോട്ടിന്റെ മൂലയിൽ ഒതുങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ അത് തന്നെ കഷ്ടപ്പാടാണ്. അപ്പൊ ശരിക്കും ഇത് അവർക്കാണ് ഞാൻ എന്റെ ഒരു അവർക്കുള്ള സിനിമയാണ്. ആ കഷ്ടപ്പാടിനുള്ള ഫലമായിട്ടാണ് കാണുന്നത്. 68 ദിവസത്തോളം ഉണ്ടായിരുന്നു. എന്റെ എണ്ണ ശരിയാണെങ്കിൽ അങ്ങനെ. ഇത് നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ആയിരുന്നു രാമേശ്വരത്ത് ഒരു 5 ദിവസം ഷൂട്ട് ചെയ്തു. അപ്പൊ അവിടെ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നിട്ട് അവിടെ നേരെ നമ്മൾ ഇവിടെ വന്ന് കൊല്ലത്ത് നീണ്ടകരയിലാണ്. നീണ്ടകര തന്നെയാണ്. ബാക്കി കരസീനൊക്കെ അജിത്തിന്റെ നമ്മുടെ ഡയറക്ടറുടെ വീടിനടുത്ത് തന്നെ 5 തെങ്ങ് പരിസരമാണ്. ഇത് ശരിക്കും 5 തെങ്ങുകാർക്കൂടുള്ളതാണ് ഈ സിനിമ കേട്ടോ. അങ്ങനെ കൂടെ പറയണം. ഞാൻ 100%. എന്റെ മുഖത്തില്ലേ ഹാപ്പി സെന്ററിൽ ഓണം ഒരു വീട് ചോറുണ്ടാവും തോന്നുന്നു. എന്തോ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം കടലിൽ ആനയും കടലിൽ നമ്മൾ എത്ര കണ്ടാലും പോരാ. അപ്പൊ അതുകൊണ്ട് ഇത് കടലാണ് സിനിമ. ഇതിലെ നായകനും വില്ലനും കടലാണ്. നിങ്ങൾ വന്ന് കാണുക. ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എന്റെ താല്പര്യം. നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇനി അത് മതി. അല്ല, അതിന്റെ കുറെ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എന്റെ ആഗ്രഹം. നെഗറ്റീവ് എന്ന് പറയണ്ട, സിനിമ കണ്ട ആള് കൊണ്ടുവന്ന് നന്നായിട്ട് പണിയെടുത്ത് ഇടിക്കുന്നത് എന്നെക്കാട്ടി കഷ്ടപ്പാടാണ് ഇടിക്കുന്ന പെപ്പയ്ക്ക്. അതൊന്നും മനസ്സിലാക്കണം. കൊള്ളും നമ്മള് കൊണ്ട് പറഞ്ഞാൽ ആ പവർ ഉണ്ടാണ്ട് ആ ഇടി കാണുമ്പോൾ ഒരു കിണ്ടല അവർ ഇടിക്കും. ഓക്കെ, എല്ലാവർക്കും മുഴുവൻ ആളുകൾക്കും, മലയാളത്തെ ഇഷ്ടപ്പെടുന്ന മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, നമുക്ക് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ താമസിക്കുന്ന മുഴുവൻ മലയാളികൾക്കും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെയും ഒരു പൊന്നോണത്തിന്റെ ആശംസകൾ ഒത്തിരി ഇഷ്ടത്തോടെ. ഒപ്പം കൊണ്ടൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ, ഒപ്പം മറ്റു സിനിമകളും. ഓക്കെ, മനീഷ് വരൂ, എന്നെ കുറിച്ച് ഞാൻ തന്നെ എങ്ങനെയാണ് എന്നെ കുറിച്ച് പറയുന്നത്? പടം അടിപൊളി. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അവസാനത്തെ പോർഷനൊക്കെ ഭയങ്കര റെസ്പോൺസ് കിട്ടി. അതെ ഏതാ? അതെ ആ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് മീറ്റർ കറക്റ്റ് ആവുമോ, കൂടുമോ കുറയുമോ, അങ്ങനത്തെ ഉള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ആൾക്കാര് വർക്കായി എന്നാണ് പറയുന്നത്. ഒരു സന്തോഷമുണ്ട്. നമുക്ക് തന്നെ നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓണമായിട്ടെന്താ, ഞാൻ ആഘോഷിക്കുന്നു. എല്ലാ പടങ്ങളും നോക്കട്ടെ അല്ലേ?